സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് ക്ലെൻസിങ്, ടോണർ യൂസ് ചെയ്യൽ, അതുപോലെ തന്നെ സ്ക്രബ് യൂസ് ചെയ്യൽ, മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യൽ തുടങ്ങിയവയൊക്കെ അല്ലേ. ഇതിനൊക്കെ നമ്മൾ പുറത്ത് നിന്നുള്ള പ്രോഡക്റ്റുകളായിരിക്കും കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനൊക്കെ നാച്ചുറൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്നും എടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ചില സ്കിൻ കെയർ പ്രോഡക്ട്സുകളുടെ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. ആദ്യം തന്നെ നമുക്ക് ക്ലെൻസറിന്റെ കാര്യം നോക്കാം. നമ്മൾ ഡെയിലി ഫേസ് വാഷ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. നല്ലൊരു ഫേസ് വാഷ് നമ്മൾ എപ്പോഴും വാങ്ങി വെക്കും, വളരെ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ. എന്നാൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഇനി മുതൽ യൂസ് ചെയ്താലോ? വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കടലമാവിൽ നിങ്ങളുടെ സ്കിന്ന് വളരെയധികം ഓയിലി ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാം. നിങ്ങളുടെ സ്കിൻ കുറെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കടലമാവും പാലും കൂടെ മിക്സ് ആക്കിയിട്ട് ഫേസ് വാഷിന് പകരമായി യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചെറുപയർ പൊടി ഉണ്ടല്ലോ, ചെറുപയർ പൊടി നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ചാലിച്ചിട്ടോ അല്ലെങ്കിൽ പാലിൽ ചാലിച്ചിട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഫേസ് വാഷിന്റെ അതേ ഗുണം ചെയ്യും. മുൾട്ടാനി മിട്ടിയും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടോ പാൽ ഉപയോഗിച്ചിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പൊ ഇത്രയും നാച്ചുറൽ ഫേസ് വാഷ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ രാവിലെ ഇനി മുതൽ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ടോണർ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ സ്കിൻ കെയറിന്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണല്ലേ ടോണർ. നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കാൻ, അതായത് വരകളും ചുളിവുകളും ഒന്നും വരാതിരിക്കാനായിട്ട്, റിഫ്രഷ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചർമ്മത്തിന്റെ പോഴ്സിനകത്തുള്ള അഴുക്കൊക്കെ നീക്കം ചെയ്യാനായിട്ടൊക്കെ ടോണർ സഹായിക്കും അല്ലേ. ഈ ടോണർ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടോണറായിട്ട് നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. റോസ് വാട്ടർ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ചെയ്യുന്നവയാണ്. സ്കിൻ നന്നായിട്ട് ക്ലിയർ ആകാനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ റോസ് വാട്ടർ. സോ റോസ് വാട്ടറും നമുക്ക് ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചപ്പാല് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ഇനി മോയ്സ്ചറൈസിങ് ക്രീം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മോയ്സ്ചറൈസിങ് ക്രീം അല്ലേ. എല്ലാവരുടെയും കൈകളാണെങ്കിലും കാലാണെങ്കിലും ഫേസ് ആണെങ്കിലും ഒത്തിരി ഡ്രൈ ആവുന്ന ഒരു സമയമാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം പുറത്തുനിന്ന് വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല്. കറ്റാർവാഴ ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസിങ് ക്രീമിന്റെ അതേ എഫക്റ്റ് ആണ് തരുന്നത്. ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാം. വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു ഓയിലിന്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയുള്ള ഓയിൽ ആയതുകൊണ്ട് അത് നമ്മുടെ ഫേസിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും കുറെ കട്ടിയായിട്ട് ഇരിക്കുകയും പിമ്പിൾസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യാം. ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ബദാം ഓയിൽ യൂസ് ചെയ്യാം. ഈ ബദാം ഓയിൽ നമ്മുടെ ചർമ്മത്തിലുള്ള പല പ്രശ്നങ്ങളും മാറ്റാനും ചെറിയ പാടുകൾ മായ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ധാരാളം ആന്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി സ്ക്രബിന്റെ കാര്യം. ഒരുപാട് സ്ക്രബ് ഞാൻ തന്നെ പലപ്പോഴായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് വീട്ടിൽ തന്നെ കോഫിയും ഷുഗറും തേനും ഉപയോഗിച്ചിട്ടുള്ള ഫേസ് സ്ക്രബ് തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീയുടെ ആ വേസ്റ്റ് ഉണ്ടല്ലോ, ആ ഗ്രീൻ ടീ വേസ്റ്റും ഒലീവ് ഓയിലും അതുപോലെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫേസ് സ്ക്രബ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫേസ് സ്ക്രബ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ക്രബ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും ശരിക്കും നല്ല ഗുണം തരുന്നവയാണ്. സോ ഇനി മുതൽ സ്ക്രബ് വാങ്ങിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ സ്ക്രബ് തീർന്നു പോയെങ്കിൽ ഇവ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ നാച്ചുറൽ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ പ്രോഡക്റ്റുകൾക്ക് പകരമായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.